ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. സാറ്റർഡേ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്, വീക്കെൻഡാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും ഈവനിങ് ടീ ആൻഡ് സ്നാക്കും അതുപോലെ തന്നെ ഡിന്നർ വിശേഷങ്ങളും എല്ലാം ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ, സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ വീക്കെൻഡിൽ എന്തെങ്കിലുമൊക്കെ ഡിന്നറിന് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ വീക്ക് ഡേയിൽ അപേക്ഷിച്ച് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു കംപ്ലീറ്റ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കിയിരുന്നത് കൈറൊട്ടിയാണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റും പിന്നെ ഒരു കപ്പ് ചൂട് ചായയും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേനും ഫ്രൂട്ടായിട്ട് നമ്മളിതാ കുറച്ച് ഓറഞ്ച്, നല്ല മധുരമുള്ള സീഡ്ലെസ് ഓറഞ്ച്, അത് കുറച്ച് നമ്മൾ കഴിച്ചു. അതിനുശേഷം നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ജ്യൂസ്, ഒരു ഗ്ലാസ് ജ്യൂസ്, മാംഗോ ജ്യൂസ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മാംഗോ ജ്യൂസ് കഴിച്ചു. അതിനുശേഷം നമ്മൾ ലഞ്ചിന് വേണ്ടി കഴിച്ചിരുന്നത് എന്താണെന്ന് നോക്കാം. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സ്പെഷ്യൽ ബീഫ് പുലാവാണ് നമ്മൾ കഴിച്ചിരുന്നത്. എൻ്റെ ഫ്രൈഡേ വാട്ട് ഐ ഈറ്റിനെ കണ്ടവർക്കറിയാം, ഞാൻ നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് ഒരു ബീഫ് പുലാവായിരുന്നു ഫ്രൈഡേയിൽ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ബീഫ് പുലാവ് തന്നെയാണ്, പക്ഷേ ആ ഒരു ഐറ്റം അല്ല, വേറൊരു ബീഫ് പുലാവാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേനും കസിൻ്റെ വീട്ടിൽ വെച്ച് കഴിച്ചതാണ് ജ്യൂസും അതുപോലെ തന്നെ ലഞ്ചിൻ്റെ ഈ ഒരു പുലാവും. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള ലഞ്ച് എടുക്കുകയാണ്. കുറച്ച് ബീഫും അതുപോലെ തന്നെ റൈസും കുറച്ച് റൈത്തയും കുറച്ച് സവോള അരിഞ്ഞതും കുറച്ച് കേടും ഒരു പപ്പടവും ഒക്കെ ചേർത്തിട്ട് നമ്മളിതാ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കഴിക്കാനുള്ള ഐറ്റം എടുത്തു. വളരെ ടേസ്റ്റിയാണ് ഇത്. നമ്മൾ കിസൈസിലെങ്ങാണ്ടോ നമ്മുടെ ഒരു കിച്ചൺ, എനിക്ക് കറക്റ്റ് പേരും കാര്യങ്ങളൊക്കെ മറന്നുപോയി, അവിടെ നിന്ന് എങ്ങാണ്ടോ നമ്മൾ വാങ്ങിച്ചതാണ്. അപ്പോൾ പബ്ലിക് കിച്ചണോ അങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ വാങ്ങിക്കുന്നതാണ്. ഈ റൈസ് എന്ന് പറയുന്നത് പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസാണ്. നമ്മുടെ ലോങ് ഗ്രെയിൻ റൈസിലാണ് വരുന്നത്. ഭയങ്കര ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇക്കാടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അവിടെ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ കഴിച്ചിരുന്നത് കുറച്ച് വേഫർ സ്റ്റിക്സ് ഉണ്ടല്ലോ, വാനില ഫ്ലേവേർഡ് ആയിട്ടുള്ള വേഫർ സ്റ്റിക്സ്, അത് കഴിച്ചു. പിന്നെ ഒരു ഈവനിങ് ടൈം ഒക്കെ ആയപ്പോഴത്തേനും നമുക്ക് ചായ നമ്മൾ ഒരു ഈവനിങ് ടൈം ആയപ്പോഴത്തേനും നമ്മളൊരു ചായയൊക്കെ വെച്ചു. പിന്നെ ഞാനിതെന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് 2 മുട്ട എടുത്തിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്യാണ്. കാരണം കുറച്ച് ബ്രെഡ് നമ്മൾ ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പം വൈകുന്നേരം ഇന്ന് ചായയും അതുപോലെ തന്നെ ചായയുടെ കൂടെ സ്നാക്കായിട്ട് നമ്മൾ ഈ ബോംബെ ടോസ്റ്റ് അല്ലെങ്കിൽ ഫ്രഞ്ച് ടോസ്റ്റ് അങ്ങനെയൊക്കെ പറയില്ല, എന്ത് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ നോർമലി അത് ഗീയിലോ ബട്ടറിലോ ഒക്കെ ചെയ്തെടുക്കാം. ഇന്ന് ഞാൻ കോക്കനട്ട് ഓയിലാണ് അത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ മക്കൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് കുറച്ച് ബോംബെ ടോസ്റ്റ് അല്ലെങ്കിൽ ഫ്രഞ്ച് ടോസ്റ്റ് ഞാൻ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ടേബിളിലേക്ക് നല്ല ചൂട് ചായയും അതുപോലെ തന്നെ വളരെ സ്പൈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് മിച്ചറും അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡ് ഫ്രൈ ചെയ്തത് അല്ലെങ്കിൽ ബോംബെ ടോസ്റ്റും എല്ലാം നമ്മൾ ടേബിളിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെ ആസ്വദിച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചായയും അതുപോലെ തന്നെ സ്നാക്സും ഒക്കെ കഴിച്ചു. നമ്മൾ ഈവനിങ് ടീ ആൻഡ് സ്നാക്സ് അതൊക്കെയാണ്. പിന്നെ നമ്മൾ രാത്രി ആയപ്പോഴത്തേനും വീക്കെൻഡ് ആണല്ലോ, സാറ്റർഡേ ആണ്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഇന്ന് പിസ്സയാണ് ഡിന്നറിന് വേണ്ടി. നമ്മുടെ വീട്ടിലല്ല, നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മൾ പിസ്സ ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മൾ 2 ടൈപ്പ്, ഞാനെന്ന് പറയുന്ന ഒരു ബാർബിക്യൂ പിസ്സ ലവറാണ്. അപ്പോൾ ബാർബിക്യൂ സോസ് വെച്ചിട്ട് തന്നെയുള്ള 2 ടൈപ്പ് പിസ്സയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഒന്ന് ബാർബിക്യൂ ചിക്കൻ പിസ്സയും ഒന്ന് ബാർബിക്യൂ തന്നെ ഓറിയൻറ്റഡ് എന്തോ ഒരു പിസ്സയും. വളരെ അടിപൊളിയായിരുന്നു, വളരെ ടേസ്റ്റിയാണ്, വളരെ യമ്മി ഡെലീഷ്യസ് ആയിട്ടുള്ള സൂപ്പർ പിസ്സ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കസിൻസും ഇക്കായും മക്കളും നമ്മളെല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്ന് നമ്മുടെ ഡിന്നർ സാറ്റർഡേ സ്പെഷ്യൽ ഡിന്നർ എന്ന് പറയുന്നത് പിസ്സയായിരുന്നു. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, എൻ്റെ വീക്കെൻഡ് സ്പെഷ്യൽ അല്ലെങ്കിൽ സാറ്റർഡേ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ അടുത്ത ദിവസം സൺഡേയിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ
അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ രാത്രി നമ്മൾ കുറച്ച് പിസ്സയൊക്കെ കഴിച്ചു. പിസ്സ കഴിച്ചപ്പോൾ രാത്രി ചെറിയൊരു വിശപ്പ് തോന്നിയപ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ രാവിലത്തെ കുറച്ച് കൈറൊട്ടി ഉണ്ടായിരുന്നു. ആ കൈറൊട്ടിയും അതുപോലെ തന്നെ കുറച്ച് എഗ് റോസ്റ്റും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ഒക്കെ ചേർത്തിട്ട് ഒരു പിടി പിടിച്ചു. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീക്കെൻഡ് ഒക്കെ ആയപ്പോഴത്തേനും ഒരുപാട് നേരം 2 മണി 3 മണി വരെയൊക്കെ കസിൻസൊക്കെ ആയിട്ട് നമ്മൾ ഇരിക്കാറുണ്ട്. അപ്പോൾ കുറേ ലേറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് വിശപ്പിൻ്റെ ഒരു വിളി വന്നു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാക്കി നമ്മൾ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.